തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇമെയിൽ ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചു. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചു. SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഹെഡ്ഗേവാർ വിവാദത്തിൽ ഏറ്റുമുട്ടി പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ. കയ്യാങ്കളി ഉണ്ടായത് കൗൺസിൽ യോഗത്തിൽ. ആരാണ് ഈ ഹെഡ്ഗേവാർ എന്ന ചോദ്യം ഉന്നയിച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി UDF LDF അംഗങ്ങൾ. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കയ്യാങ്കളി. പേരുമായി മുന്നോട്ടു തന്നെയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി NIA. ആക്രമണ രംഗം NIA പുനരാവിഷ്കരിച്ചു. നിർണായക സാക്ഷിയെ ബൈസറിനിൽ എത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും NIA രേഖപ്പെടുത്തി. ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. സാംബ കട്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുമ്പാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്ന് വിവരം. ഇവർ ഇപ്പോൾ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്ന് നിഗമനം. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷിം മുസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരും. പിടിയിലായ BSF ജവാൻ പൂർണ്ണം സാഹുവിനെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയതായി സൂചന. കസ്റ്റഡിയിൽ എടുത്ത് 6 ദിവസത്തിന് ശേഷവും ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്നാൽ ജവാൻ കസ്റ്റഡിയിലുണ്ടെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യക്ക് കൈമാറിയിട്ടുമില്ല. പെഹൽഗാം ആക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ. ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന ആരോപണം. പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണെന്നും വിമർശനം. പെഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് തുടരുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത്. അതിർത്തിയിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള പെഹൽഗാമിൽ ഭീകരർ എങ്ങനെ എത്തിയതെന്ന ചോദ്യവും ഉന്നയിച്ച് കോൺഗ്രസ്. സർക്കാരിന് മൗനമെന്നും ആരോപണം. തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പങ്കുവച്ചത്. കോൺഗ്രസ് പാകിസ്ഥാൻ ഏജന്റുമാരെയാണ് BJPയുടെ മറുപടി. പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യം. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. ഭീകരതയ്ക്കെതിരെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിക്കണം. രാഹുൽ ഗാന്ധി തന്റെ കത്തിൽ വ്യക്തമാക്കി. പ്രത്യേക സമ്മേളനം ആവശ്യപ്പെടുന്ന കത്ത് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു.